ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്ന നിപ്പിൽ ഞാൻ ഓടി അടുക്കളയിലോട്ട് വന്നിട്ട് അരി ഇരുന്നത് അങ്ങ് തിളപ്പിച്ചൂറ്റാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു. ദോശ ചൂടാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി തട്ടെല്ലാം എടുത്ത് വെച്ച് അതിൽ നന്നായിട്ട് എണ്ണ തേച്ചുകൊണ്ട് നിന്നപ്പോൾ അപ്പുക്കുട്ടൻ വന്നു കേട്ടോ. അവനാണെങ്കിൽ ഇങ്ങനെ അലുക്കൂലുക്ക് പണിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മ ഞാൻ നിറയ്ക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി തട്ട് നിറയ്ക്കാൻ തുടങ്ങി. ഒരെണ്ണം കേട്ടോ നിറച്ചത്. അപ്പോഴത്തേനും പറഞ്ഞ സമയമില്ലട കൺമണി എന്ന് പറഞ്ഞ് അവനെ മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി അങ്ങ് അടുപ്പത്തോട്ടാക്കി കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങാച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറൊക്കെ അരിഞ്ഞ് വെച്ച് നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതെല്ലാം എടുത്തങ്ങ് തോരൻ വെക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു. അടുപ്പത്ത് തോരൻ റെഡി ആകുമ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് നമ്മുടെ ചോപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട് തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടി ഇട്ടൊന്ന് ചതച്ചെടുത്ത് കേട്ടോ. മഞ്ഞപ്പൊടി ഇടാത്തത് ആ മഞ്ഞ കളർ അതിൽ പിടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവസാനം മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി അങ്ങ് എടുത്തു. അപ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂട് മാറിയിട്ടേ നമ്മൾ ഇളക്കി എടുക്കത്തുള്ളൂ. അപ്പോഴത്തേനും ചൂട് മാറാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചു. സാമ്പാർ പരിപ്പ് പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ അവിയലിൽ അരിഞ്ഞു വെച്ച കഷ്ണം എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാറും പെട്ടെന്ന് അങ്ങ് അടുപ്പത്തോട്ട് സെറ്റായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ തുണി നനയ്ക്കാൻ ഇട്ടേക്കുന്നതെന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയപ്പോൾ അപ്പുക്കുട്ടന് യെല്ലോ ആയിട്ടോ യൂണിഫോം. ആ യൂണിഫോം എടുത്തുകൊണ്ട് വന്ന് അത് പെട്ടെന്ന് അയൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് താഴെ കൊണ്ടുവച്ച് കേട്ടോ. എന്നിട്ട് അവിടെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം തുടച്ച് അതാത് സ്ഥാനത്തൊക്കെ കൊണ്ടുവച്ചപ്പോഴത്തേന് ഇഡ്ഡലിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലി എല്ലാം കൂടെ പിച്ച് ചെയ്തിട്ടപ്പോഴത്തേന് ഏട്ടം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഈ ഒരു മാറ്റമൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. അങ്ങനെ ദാണ്ട അവിയലിലെറിഞ്ഞ സാമ്പാറിന് ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ അപ്പുക്കുട്ടന് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മീനും കൂടെ പൊരിച്ച് അവൻ്റെ ലഞ്ച് ബോക്സിൽ സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോഴത്തേന് അച്ഛനും മോനും കൂടെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെയും കൂടെ പറഞ്ഞു കിട്ടിട്ട് എനിക്കൊന്ന് മലന്ന് കിടന്ന് ഉറങ്ങണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ആ പൂച്ചപ്പുട്ടിയുടെ പുറകെ പോയി അപ്പുക്കുട്ടനെ ഞാൻ വലിച്ചു പിടിച്ച് ബസ്സിൽ കയറ്റി വിട്ടു. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ മക്കളെ. ടാറ്റ ബൈ, സീ യു.